ഈ ഭൂമിയിൽ സൗന്ദര്യവും സഹനവും വിശ്വാസവും ഒരുമിച്ച് ചേർന്ന ഒരു മഹത്തായ ജീവിതകഥയുണ്ടെങ്കിൽ അത് യൂസഫ് നബിയുടെ ചരിത്രമാണ്. കണ്ണുകൾക്ക് മാധുര്യം നൽകുന്ന സൗന്ദര്യം, ഹൃദയങ്ങൾക്ക് സമാധാനം പകരുന്ന സ്വഭാവം, പരീക്ഷണങ്ങളിൽ പോലും അള്ളാഹുവിൽ ഉറച്ച വിശ്വാസം, ഇവയൊക്കെയായിരുന്നു യൂസഫ് നബിയുടെ ജീവിതത്തെ അനശ്വരമാക്കിയത്. കുഞ്ഞായിരുന്ന യൂസുഫ് നബി ഒരിക്കൽ തന്റെ പിതാവായ യാക്കൂബ് അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ 11 നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും എനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നതായി കണ്ടു. ഈ സ്വപ്നം ഒരു സാധാരണ സ്വപ്നമല്ലായിരുന്നു. അത് അള്ളാഹു ഒരുക്കിയ മഹത്തായ ഭാവിയുടെ മധുര സൂചനയായിരുന്നു. യൂസുഫ് നബിയോട് പിതാവിനുണ്ടായിരുന്ന പ്രത്യേക സ്നേഹം ചില സഹോദരന്മാരുടെ ഹൃദയങ്ങളിൽ അസൂയയുടെ തീ കത്തിച്ചു. അവർ തീരുമാനിച്ചു, യൂസുഫിനെ നമ്മിൽ നിന്ന് അകറ്റിക്കളയാം. അങ്ങനെ ഒരു ദിവസം കളിക്കാൻ എന്ന പേരിൽ കൂട്ടിക്കൊണ്ടുപോയി ഒരു ആഴമുള്ള കിണറ്റിൽ തള്ളിയിട്ടു. ആ കിണറിന്റെ ഇരുണ്ട ആഴത്തിൽ യൂസുഫ് നബി ഒറ്റയ്ക്കായിരുന്നെങ്കിലും അവൻ ഒരിക്കലും ഏകാകിയല്ലായിരുന്നു. കാരണം അവനോടൊപ്പം അള്ളാഹു ഉണ്ടായിരുന്നു. വഴിയാത്രക്കാരുടെ ഒരു സംഘം യൂസുഫിനെ കണ്ടെത്തി. അവർ അവനെ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഈജിപ്തിലേക്ക് കൊണ്ടുപോയി വിറ്റു. മനുഷ്യർ വില കുറച്ചു കണ്ട ആ ബാലന്റെ മഹത്വം അള്ളാഹു ലോകത്തിനു മുന്നിൽ ഉയർത്തി കാണിക്കാനിരിക്കുകയായിരുന്നു. കിണറ്റിലെ ഇരുട്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട കുഞ്ഞ് യൂസുഫ് അലൈഹിസ്സലാം പിന്നീട് വ്യാപാരികളുടെ കൈകളിലൂടെ ഈജിപ്ത് രാജ്യത്തെത്തി. അവിടെ രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, ഖുർആനിൽ അസീസ് എന്ന് പറയപ്പെടുന്ന വ്യക്തി, യൂസുഫ് നബിയെ വാങ്ങി തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, ഇവനെ ആദരവോടെ താമസിപ്പിക്കൂ. ഇദ്ദേഹം നമുക്ക് ഉപകാരപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് മകനായി സ്വീകരിക്കാം. അങ്ങനെ യൂസുഫ് നബി ഒരു സാധാരണ അടിമയായല്ല, രാജകീയ അന്തരീക്ഷത്തിൽ വളരാനുള്ള അവസരം ലഭിച്ചു. കാലം കടന്നു. യൂസുഫ് നബി യൗവനത്തിലെത്തി. അള്ളാഹു അദ്ദേഹത്തിന് 2 മഹത്തായ അനുഗ്രഹങ്ങൾ നൽകി. അതുല്യമായ സൗന്ദര്യം, ഉന്നതമായ ജ്ഞാനവും ശുദ്ധമായ സ്വഭാവവും. അദ്ദേഹത്തെ കാണുന്നവർക്ക് ആദരവുണ്ടാകുമായിരുന്നു. കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന അസീസിന്റെ ഭാര്യ സുലൈഖ് യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിൽ ആകർഷിതയായി. യൂസുഫ് നബിയെ മോഹിച്ച സുലൈഖയുടെ റൂമിന്റെ ഉള്ളിൽ യൂസഫ് നബിയും സുലൈഖയും ഒറ്റയ്ക്കാവുന്ന സമയം അവിടെ യൂസഫും സുലൈഖയും അല്ലാതെ വേറെ ആരുമില്ല. അപ്പോൾ സുലൈഖ തന്റെ ചന്ദനക്കട്ടിലിൽ ഇടത്തോട്ട് ചാരി തന്റെ കൈത്തലങ്ങൾ ചന്ദനപ്പൂവിനേക്കാൾ മാദകമായ താമരമുട്ടിന്റെ അല്ലിയേക്കാൾ ഭംഗിയുള്ള തന്റെ മുഖത്തോട്ട് കൈകൾ ചേർത്ത് വെച്ച് ചാരിയിരുന്ന് അനുരാഗവിവശയായി അവൾ വിളിച്ചു, യൂസഫ്, ഇങ്ങോട്ട് വാ യൂസഫേ. ആ സാഹചര്യമേതാ? കൊട്ടാരത്തിന്റെ കാവൽക്കാരെ വെട്ടിച്ച് ഒരു കറുത്ത ഈച്ച പോലും കടന്നു വരാത്ത ഒരു റൂമിന്റെ ഉള്ളിൽ ആരു പറഞ്ഞാലും അറിയുകയില്ല, ആരു പറഞ്ഞാലും കേൾക്കുകയില്ല. യൂസഫും സുലൈഖ എന്ന ലോകത്തിന്റെ അപ്സരസും ദേവരാജനുമല്ലാതെ മറ്റാരുമില്ല. ഖുർആൻ പറയുന്നു, ഈജിപ്തിലെ സുലൈഖ എന്ന മാദകത്തിടമ്പിന്റെ പ്രൈവറ്റ് കൊട്ടാരത്തിന്റെ റൂമിന്റെ ഉള്ളിൽ കട്ടിലിലേക്ക് മലർന്നു കിടന്ന് കണം കാലിന്റെ മുകളിലോട്ട് വസ്ത്രമുയർത്തി അനുരാഗവിവശയായി സുലൈഖ വിളിക്കുന്നു, യൂസുഫേ, ഇങ്ങോട്ട് വാ. യൂസുഫേ എന്ന് വിളിക്കുമ്പോൾ യൂസുഫ് നബി പറഞ്ഞതെന്താ? യൂസുഫ് നബി ആ താൽക്കാലിക നിമിഷത്തേക്കാൾ കൂടുതൽ അതിന്റെ രജിസുഖത്തേക്കാൾ ഏറെ ഓർത്തതെന്താ? നരകത്തിന്റെ തൊട്ടാൽ പൊള്ളുന്ന ചൂടിനെ കുറിച്ചാണ് യൂസുഫ് നബി പറഞ്ഞു. ഇല്ല സുലൈഖ, എനിക്ക് പറ്റില്ല. സുലൈഖ, എനിക്ക് അള്ളാഹുവിനെ പേടിയാണ്. കാരണം എന്റെ റബ്ബ് എനിക്ക് ഇത്ര കാലകാലം അനുഗ്രഹം തന്നതാ. പൊട്ടക്കിണറ്റിൽ നിന്ന് അടിമചന്തയിലേക്ക്, അടിമചന്തയിൽ നിന്ന് കൊട്ടാരത്തിലേക്ക്, കൊട്ടാരത്തിൽ നിന്ന് രാജപദവിയിലേക്ക് എന്നെ കൈപ്പിടിച്ച് ഉയർത്തിയ എന്റെ നാഥനെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. യൂസഫ് നബി രക്ഷപ്പെടാൻ ഓടി. അവൾ പിന്നിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഷർട്ട് വലിച്ചു. ഷർട്ട് പിന്നിൽ നിന്ന് കീറി. ആ സമയത്ത് വീട്ടിലെ അധികാരി എത്തി. ഷർട്ട് പിന്നിൽ നിന്ന് കീറിയതായി കണ്ടപ്പോൾ യൂസുഫ് നബി നിരപരാധിയാണെന്ന് തെളിഞ്ഞു. നഗരത്തിലെ സ്ത്രീകൾ ഈ സംഭവം കേട്ട് സംസാരിക്കാൻ തുടങ്ങി. അസീസിന്റെ ഭാര്യ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഓരോരുത്തർക്കും പഴവും കത്തിയും നൽകി. പിന്നീട് യൂസുഫ് നബിയെ അവരുടെ മുന്നിലേക്ക് വിളിച്ചു. അദ്ദേഹത്തെ കണ്ട സ്ത്രീകൾ അതിശയത്തിൽ കൈകൾ മുറിച്ചു. എന്നിട്ട് അറിയാതെ പറഞ്ഞു, ഇതൊരു മനുഷ്യനല്ല, മഹത്തായ ഒരു മാലാഖയാണ്. കൊട്ടാരത്തിലെ സൗകര്യങ്ങൾക്കിടയിലും യൂസുഫ് നബി തന്റെ വിശ്വാസം വിട്ടില്ല. സാഹചര്യമല്ല മനുഷ്യനെ മഹാനാക്കുന്നത്, അള്ളാഹുവിനോടുള്ള ഭയവും സത്യനിഷ്ഠയുമാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവനെ അള്ളാഹു ഏറ്റവും മനോഹരമായി സംരക്ഷിക്കും. യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. കിണറ്റിലെ ഇരുട്ട്, അടിമ ജീവിതത്തിന്റെ വേദന, കൊട്ടാരത്തിലെ പരീക്ഷണം, ജയിലിന്റെ ഏകാന്തത, ഇവയെല്ലാം സഹനത്തോടെയും വിശ്വാസത്തോടെയും നേരിട്ട ഒരാളെയാണ്
അള്ളാഹു അവസാനം മഹത്വത്തിന്റെ ഉയരങ്ങളിലേക്ക് ഉയർത്തിയത്. ഇന്ന് നമ്മൾ എത്ര വലിയ പരീക്ഷണത്തിലായാലും യൂസുഫ് നബിയുടെ ചരിത്രം നമ്മോട് ഒരേ ഒരു സന്ദേശം പറയുന്നു: അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെ അള്ളാഹു ഒരിക്കലും കൈവിടുകയില്ല. അതുകൊണ്ട് ക്ഷമിക്കൂ, സഹിക്കൂ, അള്ളാഹുവിൽ പൂർണ്ണമായി ആശ്രയിക്കൂ. കാരണം ഓരോ കണ്ണീരിനും ശേഷം ഒരു പുഞ്ചിരിയുണ്ട്, ഓരോ രാത്രിക്കും ശേഷം ഒരു പ്രഭാതമുണ്ട്, ഓരോ പരീക്ഷണത്തിനും ശേഷം അള്ളാഹുവിന്റെ കരുണയുണ്ട്. അള്ളാഹുവെ, യൂസുഫ് നബിക്ക് നൽകിയ സഹനവും പരിശുദ്ധിയും ഉറച്ച വിശ്വാസവും ഞങ്ങൾക്കും നൽകണമേ. ആമീൻ.